മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഈശോനാഥൻ നമ്മളെ നോയമ്പിന്റെ വിശുദ്ധിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്നത്തെ തിരുവചന ഭാഗം മുഴുവനും വിശുദ്ധിയിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചോ അല്ലെങ്കിൽ വിശുദ്ധനായി തീരേണ്ട ഒരു അവസ്ഥയെക്കുറിച്ചുമൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുക. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 7 വരെയും 10 മുതൽ 11 വരെയുമുള്ള വാക്യങ്ങളിൽ ലോകത്തിന്റെ മധ്യേ നമ്മൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണ്. ലോത്തിന്റെ ജീവിതമാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. സോദോമിലെ ലോത്തിന്റെ ചരിത്രമാണ് നമ്മൾ അവിടെ കാണുന്നത്. പാപത്താൽ നിറഞ്ഞ ഒരു നഗരത്തിൽ വസിക്കുമ്പോഴും തന്റെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്ന ലോത്തിനെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ലോത്ത് തനിക്ക് വന്ന അതിഥികളെ സംരക്ഷിക്കുവാനും തിന്മയെ എതിർക്കുവാനും ശ്രമിച്ചു. അഗതികളെയും അതിഥികളെയും സംരക്ഷിക്കുക എന്നത് അക്കാലത്തെ വലിയ ധർമ്മമായിരുന്നു. എന്നാൽ സോദോം നിവാസികൾ പ്രകൃതി വിരുദ്ധമായ പാപങ്ങളിലേക്കും അധർമ്മങ്ങളിലേക്കും വഴുതി വീണിരുന്നു. വിശുദ്ധ അഗസ്റ്റിൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവം നിന്നെ കൂടാതെ സൃഷ്ടിച്ചു, എന്നാൽ നിന്റെ സമ്മതമില്ലാതെ അവൻ നിന്നെ രക്ഷിക്കില്ല. ലോത്ത് ആ നഗരത്തിൽ, പാപം നിറഞ്ഞ ആ നഗരത്തിൽ വിശുദ്ധി പാലിക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ദൈവം അവനെ രക്ഷിച്ചത്. നാം ജീവിക്കുന്ന ഈ ലോകം സോദോമിന് തുല്യമാണെങ്കിലും ഹൃദയവാതിൽ തിന്മയ്ക്കായി തുറന്നു കൊടുക്കാതിരിക്കുക എന്നതാണ് ക്രിസ്തീയ വിശുദ്ധി. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ലോകം കുറവുകളുടെ ഒരു ലോകമാണ്. കുറവുകളുടെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തിന്മയിലേക്ക് വീഴാനുള്ള എല്ലാവിധ പ്രലോഭനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമാണ്. ഈ ലോകത്തിലെ മറ്റാരെയും പോലെ തിന്മയിൽ വഴുതി വീണുകൊണ്ട് ആ തിന്മയിൽ മുഴുകി ജീവിക്കുവാൻ കുറെ കൂടെ എളുപ്പമായിരിക്കാം. എന്നാൽ ഒരു ചുവട് മാറ്റി ചവിട്ടിക്കൊണ്ട് നന്മയുടെ പാതയിലേക്ക് നയിക്കുവാൻ, ലോത്തിനെ പോലെ തിന്മയ്ക്കായി ഹൃദയവാതിൽ തുറന്നു കൊടുക്കാതിരിക്കുവാൻ, അപ്രകാരം ഈ നോമ്പിന്റെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. സാമുവേലിന്റെ 2-ാം പുസ്തകത്തില് 12-ാം അധ്യായം 1 മുതൽ 7 വരെയും 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളില് ദാവീദ് രാജാവിന്റെ ജീവിതത്തിൽ വന്നുപോയ ഒരു വീഴ്ചയും അതേ തുടർന്ന് ദാവീദ് രാജാവ് അനുദപിക്കുന്നതുമായ ഒരു വചനഭാഗമാണ് നമ്മൾ വായിക്കുക. ദാവീദ് രാജാവിന്റെ ജീവിതത്തിലെ വീഴ്ച ഈ ഭാഗത്ത് വായിക്കുമ്പോൾ നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിനെ തിരുത്തുന്നതാണ് ഈ ഭാഗത്തില്. ഏറ്റവും വലിയ ഭക്തനായ ദാവീദ് പോലും ഒരു നിമിഷത്തെ ജാഗ്രത കുറവ് കൊണ്ട് പാപത്തിൽ വീണുപോയി. അന്ന് രാജാക്കന്മാര് അപ്രമാദിത്യമുള്ളവരായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ നിയമം രാജാവിന് മുകളിലാണെന്ന് നാഥാൻ ദാവീദിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശുദ്ധി എന്നത് പാപം ചെയ്യാതിരിക്കുക എന്നത് മാത്രമല്ല, മറിച്ച് പാപം സംഭവിച്ചാൽ അത് ഏറ്റുപറഞ്ഞ് ദൈവത്തിങ്കിലേക്ക് മടങ്ങുക എന്നുകൂടിയാണെന്ന് ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാൻ കർത്താവിനോട് പാപം ചെയ്തിരിക്കുന്നു എന്ന ദാവീദിന്റെ ഏറ്റുപറച്ചിൽ വിശുദ്ധിയിലേക്കുള്ള 2-ാം വാതിലാണ്. വിശുദ്ധ ക്രിസോസ്റ്റം പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: അനുതാപം എന്നത് സ്വർഗത്തെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്ന പ്രക്രിയയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നു പോകുന്ന ചെറുതും വലുതുമായ പാപങ്ങളെ, തെറ്റുകുറ്റങ്ങളെ ഒക്കെയും അനുദപിച്ചുകൊണ്ട് കർത്താവിലേക്ക് മടങ്ങിപ്പോകുവാൻ, മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ കർത്താവിലേക്ക് ഒരു യു-ടേൺ എടുക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ആയിരിക്കുന്ന എൻ്റെ ആ പാപത്തിൽ നിറഞ്ഞ അവസ്ഥയിൽ നിന്നും കർത്താവിലേക്ക് ഒരു യു-ടേൺ എടുക്കുക, കർത്താവിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ധൂർത്തപുത്രന്റെ ഉപമയിൽ ഇളയവൻ അവന്റെ തെറ്റ് മനസ്സിലാക്കി പിതാവിന്റെ പക്കലേക്ക് തിരിച്ചു ചെല്ലുന്ന ആ രംഗം, പിതാവ് അവനെയും കാത്തിരിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളെക്കുറിച്ച് ഓർത്തും പശ്ചാത്തപിച്ചുകൊണ്ട്, അനുദപിച്ചുകൊണ്ട് കർത്താവിലേക്ക് പൂർണ്ണമായും മടങ്ങിപ്പോകുവാൻ, അതായത് കർത്താവിൽ നിന്ന് വീണ്ടും തിരിച്ചു പോകാത്ത രീതിയിൽ കർത്താവിലേക്ക് പൂർണ്ണമായിട്ടും മടങ്ങിപ്പോകുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മളെ സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ദൈവം അവിടെ ഉണ്ട് എന്നുള്ളത്. തിമോത്തിയസിന് എഴുതിയ 2-ാം ലേഖനത്തിന് 2-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗത്ത് യൗവന മോഹനങ്ങളിൽ നിന്നും ഓടി അകലുക എന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. പാപത്തോടുള്ള പോരാട്ടം എല്ലായ്പ്പോഴും മുൻപിൽ നിന്നും യുദ്ധം ചെയ്യലല്ല, മറിച്ച് പലപ്പോഴും ഓടി രക്ഷപ്പെടൽ കൂടിയാണെന്ന് പൗലോസ്ലീഹ ഈ വചനഭാഗത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.
നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവയെ പിന്തുടരുവാൻ പൗലോസ്ലീഹ ഈ വചനഭാഗത്തിലൂടെ, ഈ ലേഖനഭാഗത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സഭാപിതാവായ വിശുദ്ധ ജെറോം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രലോഭനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയാണെങ്കിൽ പകുതി വിജയം നിങ്ങൾ നേടിക്കഴിഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അനുദിനമുണ്ടാകുന്ന പ്രലോഭനങ്ങളെല്ലാം ചെന്ന് വീഴാതെ അവയിൽ നിന്നും ഓടി അകലുവാൻ, എപ്പോഴും നമുക്ക് അതിനെ പോരാടാൻ സാധിച്ചില്ലെങ്കിലും അവയിൽ നിന്നും ഓടി അകലുവാൻ നമുക്ക് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകുതി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വാഗ്വാദങ്ങളിൽ ഏർപ്പെടാതെ ശാന്തതയോടെ സത്യത്തെ മുറുകെ പിടിക്കുന്നതാണ് വിശുദ്ധിയുടെ ലക്ഷണം. വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തില് യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ അതിപ്രധാനമായ ഭാഗമാണത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. പ്രവൃത്തിയിൽ മാത്രമല്ല, ചിന്തയിൽ പോലും വിശുദ്ധി പാലിക്കണമെന്ന് ക്രിസ്തു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മോശയുടെ നിയമം വ്യഭിചാരം എന്ന പ്രവൃത്തിയെയാണ് ശിക്ഷിച്ചിരുന്നത്. എന്നാൽ യേശു പാപത്തിന്റെ വേരായ നോട്ടത്തിലേക്കും ഹൃദയത്തിന്റെ മോഹത്തിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. കണ്ണ് ഇടർച്ചയായാൽ അത് ചൂഴ്ന്നു കളയുക എന്ന് പറയുമ്പോൾ പാപസാഹചര്യങ്ങളെ കർശനമായും ഒഴിവാക്കുക എന്നുള്ളതാണ് അർത്ഥം. അതായത് നിന്റെ കണ്ണ് പാപഹേതുവാകുന്നെങ്കിൽ ആ ഒരു കണ്ണ് ചൂഴ്ന്നെടുത്ത് കളയുക എന്ന് പറയുന്നതോ, നിന്റെ കരങ്ങൾ നിനക്ക് പാപഹേതുവാണെങ്കിൽ അത് വെട്ടിക്കളയുക എന്ന് പറയുന്നതോ നമ്മുടെ ശരീരത്തിൽ മുറിവേൽപ്പിക്കണമെന്നല്ല ക്രിസ്തു പറയുക. മറിച്ച് ആ പാപത്തിന്റെ സാഹചര്യം ഏതു തന്നെയായാലും, എത്ര ത്യാഗമെടുത്താലും അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ഈ വചനത്തിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുക. അതൊരു പക്ഷേ നമ്മുടെ മൊബൈൽ ഫോണുകളായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൗഹൃദ ബന്ധങ്ങളായിരിക്കാം. എന്തു തന്നെയായാലും നമ്മളെ പാപത്തിന് അടിമപ്പെടുത്തുന്നതാണെങ്കിൽ, നിത്യജീവന് നമ്മളെ അർഹരാക്കുന്നതല്ല എങ്കിൽ, നിത്യനരാഗ്നിയിലേക്ക് നമ്മളെ എറിഞ്ഞിടുന്നതാണെങ്കിൽ, ആ പാപത്തിന്റെ സാഹചര്യങ്ങളെ നമുക്ക് വലിയ വേദന ഉണ്ടാക്കുന്നതാണെങ്കിൽ പോലും അതിനെ അറുത്തുമാറ്റുക എന്നാണ് ക്രിസ്തു ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. സഭാപിതാവായ വിശുദ്ധ അംബ്രോസ് പ്രകാരം പഠിപ്പിക്കുന്നു, വിശുദ്ധി എന്നത് കേവലം ശരീരത്തിന്റെ അവസ്ഥയല്ല, മറിച്ച് ആത്മാവിന്റെ ശുദ്ധിയാണ്. കണ്ണുകൾ വഴി പാപം ഹൃദയത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ നാം ജാഗ്രത പാലിക്കണം. കർശനമായ നിലപാടുകൾ ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കണം. വിവാഹബന്ധത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും ഈശോ ഈ ഭാഗത്ത് സംസാരിക്കുന്നുണ്ട്. വിശുദ്ധി എന്നത് വ്യക്തിപരമായ നിർമ്മലത മാത്രമല്ല, മറിച്ച് വാഗ്ദാനങ്ങളോടുള്ള വിശ്വസ്തത കൂടിയാണെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ അഗസ്തീനിന്റെ നിരീക്ഷണം ഇപ്രകാരമാണ്: ദൈവം നിന്റെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. നീ എന്ത് ചെയ്യുന്നതോ എന്നതിലുപരിയായി എന്ത് ചിന്തയോടെ അത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. വിശുദ്ധി എന്നത് ഒരു ആഭരണമല്ല, മറിച്ച് ക്രിസ്ത്യാനിയുടെ സ്വഭാവമാണ്. അതൊരു നിമിഷത്തെ തീരുമാനമല്ല, മറിച്ച് ഓരോ ദിവസവുമുള്ള നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. അതിനാൽ പ്രിയമുള്ളവരെ, ലോത്തിനെ പോലെ ലോകമധ്യേ വേറിട്ട് നിൽക്കാം. തിന്മയെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടത്തിവിടാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ദാവീദിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകളൊക്കെയും തിരുത്തി ദൈവത്തിങ്കിലേക്ക് അനുതാപത്തോടെ മടങ്ങാം. പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിച്ചതുപോലെ തിന്മയിൽ നിന്ന് ഓടി നീതിയെ പിന്തുടരാം. ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചതുപോലെ ഹൃദയത്തിൽ നിർമ്മലത കാത്തു സൂക്ഷിക്കാം. ദൈവം നമ്മ ഓരോരുത്തരെയും വിശുദ്ധിയിൽ വളരാൻ സഹായിക്കട്ടെ. ആമേൻ.